ഹലോ നീറ്റ് ആസ്പിരൻസ്. നമ്മുടെ നീറ്റ് എക്സാമിനേഷൻസിന് കെമിസ്ട്രി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ആദ്യം തൊട്ടേ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക, കെമിസ്ട്രി നമ്മൾ 3 സെക്ഷൻ ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്: ഫിസിക്കൽ, ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക്. റൈറ്റ്? ഇപ്പൊ നമ്മൾ ഫിസിക്കൽ കെമിസ്ട്രിയിൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുറെ ചാപ്റ്റേഴ്സ് റൺ ആയിട്ടുണ്ട്. മോൾ കോൺസെപ്റ്റ് നമ്മൾ കണ്ടു, സ്ട്രക്ചർ ഓഫ് ആറ്റം, ഇലക്ട്രോ കെമിസ്ട്രി, കൈനറ്റിക്സ്, സോ ആൻഡ് സോ, തെർമോഡൈനാമിക്സും ഇക്വിലിബ്രിയം ഒക്കെ വരാൻ പോകുന്ന ചാപ്റ്ററുകളാണ്. സോ ഈ ഫിസിക്കൽ കെമിസ്ട്രി നമ്മുടെ നീറ്റ് കഴിഞ്ഞ 4-5 വർഷത്തെ നീറ്റിന്റെ പേപ്പേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫിസിക്കൽ കെമിസ്ട്രി ഡസ് ഇറ്റ് ഡിസേർവ് എ പ്രയോറിറ്റി എന്നുള്ളൊരു ചോദ്യമുണ്ട്. യെസ്, ഓഫ് കോഴ്സ്. നമുക്ക് ഓർഗാനിക്കും ഇൻഓർഗാനിക്കും പോലെ അല്ല ഫിസിക്കൽ കെമിസ്ട്രിയുടെ ഒരേറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതിൽ പാറ്റേൺ റിപ്പീറ്റിംഗ് ആയിരിക്കുന്ന, ഫോർമുല ബേസ്ഡ് ആയിരിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ വരുന്ന ഒരു ഭാഗമാണ് ഫിസിക്കൽ കെമിസ്ട്രി. മാത്രമല്ല, നമ്മുടെ ഓവറോൾ 45 ക്വസ്റ്റ്യൻസ് ആണ് നീറ്റിന് കെമിസ്ട്രിയിൽ നിന്ന് വരിക. അതിൽ അറൌണ്ട് ഒരു 30-35% ഓഫ് ക്വസ്റ്റ്യൻസ് ഫിസിക്കൽ കെമിസ്ട്രിയിൽ നിന്ന് വരാറുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്കൊരു 60 തൊട്ട് 72 വരെയുള്ള മാർക്സ് ഫിസിക്കൽ കെമിസ്ട്രിയിൽ നിന്ന് തന്നെ ചെയ്യാൻ കഴിയും. അപ്പോൾ ഒരു അറൌണ്ട് 15 തൊട്ട് 18 വരെയുള്ള ചോദ്യങ്ങൾ ഈ പറയുന്ന ഫിസിക്കൽ കെമിസ്ട്രിയിൽ നിന്ന് വരുന്നു എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. നമ്മുടെ ഫിസിക്കൽ കെമിസ്ട്രിയിലെ ചാപ്റ്റേഴ്സിന് ഓരോന്നായി നോക്കിയാൽ ഏറ്റവും ഫണ്ടമെന്റലായി നമ്മൾ എപ്പോഴും പറയാറുള്ള ചാപ്റ്റർ മോൾ കോൺസെപ്റ്റ് ആൻഡ് സ്റ്റോഷിയോമെട്രിക് കാൽക്കുലേഷൻസ് ആണ്. അങ്ങനെ മോൾ കോൺസെപ്റ്റ് ഒക്കെ പഠിച്ച ഒരാൾക്കാണ് സ്ട്രക്ചർ ഓഫ് ആറ്റത്തിലേക്കും തുടർന്ന് അങ്ങോട്ട് വരുന്ന നമ്മുടെ ഇലക്ട്രോ കെമിസ്ട്രി, കെമിക്കൽ കൈനറ്റിക്സ്, തെർമോഡൈനാമിക്സ്, ഇക്വിലിബ്രിയം പോലുള്ള ചാപ്റ്റേഴ്സ് നന്നായിട്ട് മാസ്റ്റർ ചെയ്യാൻ കഴിയുള്ളൂ. ഫിസിക്കൽ കെമിസ്ട്രിയുടെ ഈ ചാപ്റ്റേഴ്സിനെ തന്നെ നിങ്ങൾ അതിന്റെ ഒരു ലെവൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരു മീഡിയം അല്ലെങ്കിൽ ഈസി ചാപ്റ്റേഴ്സ് ഉള്ളതുണ്ട്, മീഡിയം ലെവലും ഉണ്ട്, എബവ് മീഡിയം ലെവലിൽ വരുന്ന ചാപ്റ്റേഴ്സും ഉണ്ട്. ഇവിടെ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, ഈസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കോൺസെപ്റ്റ്സ് ഫിസിക്കൽ കെമിസ്ട്രിയിലും റിലേറ്റീവ്ലി എല്ലാ കോൺസെപ്റ്റ്സും ഈസി തന്നെയാണ്. പക്ഷെ വളരെ ചെറിയ സമയം കൊണ്ട് വിത്തിൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളും ഫിസിക്കൽ കെമിസ്ട്രിയിൽ നിന്ന് വരാറുണ്ട്. എസ്പെഷ്യലി റിഡോക്സ് റിയാക്ഷൻസ് ഒക്കെ നോക്കുമ്പോൾ നമുക്ക് വരുന്ന ടൈപ്പ് ചോദ്യങ്ങൾ ബാലൻസിങ് ചെയ്യുക, ഓക്സിഡേഷൻ നമ്പേഴ്സ് കണ്ടുപിടിക്കുക, ടൈപ്സ് ഓഫ് റിയാക്ഷൻസ് മനസ്സിലാക്കുക, ഇത്തരം ചോദ്യങ്ങളെല്ലാം നമുക്കൊരു 5 തൊട്ട് 10 സെക്കൻഡ്സിനകത്ത് ചെയ്യാൻ കഴിയുന്നതാണ്. നമ്മളിപ്പോൾ ഒരു നീറ്റ് എക്സാമിനേഷൻ എഴുതുന്ന സമയത്ത് ടൈം പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ടത്. നമ്മളെ സംബന്ധിച്ച് ഫിസിക്കൽ കെമിസ്ട്രി എന്നാണ് റിലേറ്റീവ്ലി കുറച്ചുകൂടി ഹൈ ടൈം കൺസ്യൂമിങ് ചാപ്റ്റേഴ്സ് ആയിട്ട് നമുക്ക് തോന്നാം. അപ്പൊ ഞാൻ പറഞ്ഞ ഇത്തരം ഈസി ആയിരിക്കുന്ന ചോദ്യങ്ങളെ ചെറിയ സെക്കൻഡ്സിനുള്ളിൽ തന്നെ നമുക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്ത് ശീലിക്കുക എന്നുള്ളതും ഫിസിക്കൽ കെമിസ്ട്രി ചാപ്റ്റേഴ്സിനെ സംബന്ധിച്ച് പ്രധാനമാണ്. നമ്മളിപ്പോൾ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിലേക്ക് വരുമ്പോൾ അതിൽ ഒരുപാട് ഇക്വേഷൻസ് ഉണ്ടെങ്കിലും വൺസ് ദ ഇക്വേഷൻസ് ആർ തെറോ ഇറ്റ്സ് വെരി ഈസി ടു ഡു. കാരണം സിമിലർ ആയിട്ട് അതേ പാറ്റേൺ പോലെ അതേപോലെ റിപ്പീറ്റ് ആയിട്ട് വരുന്ന വാല്യൂസിൽ മാത്രം വ്യത്യാസങ്ങൾ വരുന്ന ചോദ്യങ്ങളാണ് സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ നിന്ന് ഉണ്ടാവുക. ലെറ്റ് us talk about chemical kinetics. കൈനറ്റിക്സിലെ കാര്യമായിട്ട് നമ്മൾ കാണുന്നത് റേറ്റ് ഓഫ് റിയാക്ഷനായി ബന്ധപ്പെട്ട കാര്യങ്ങളും ആക്ടിവേഷൻ എനർജിയൊക്കെയായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ആൻഡ് ഇഫ് യു സീ ദ വെയിറ്റേജ്, നീറ്റിന് കഴിഞ്ഞ വർഷങ്ങളിൽ എപ്പോഴും ചോദിച്ചിരിക്കുന്ന ഭാഗവും റേറ്റ് അല്ലെങ്കിൽ ഓർഡർ ഓഫ് റിയാക്ഷൻ ആൻഡ് ആക്ടിവേഷൻ എനർജി തന്നെയാണ്. ഇവിടെ നമുക്ക് ഗ്രാഫിക്കൽ അനാലിസിസ് കൂടി ഒരു പ്രധാനപ്പെട്ട ഏരിയ ആണ്. കാരണം ഒരു ഗ്രാഫ് തന്ന് അത് ഏത് ടൈപ്പ് റിയാക്ഷൻ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുക, ഗ്രാഫ് തന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വാല്യൂ കണ്ടുപിടിക്കാൻ ചോദിക്കുക. സോ ഈ ഒരു മാത്തമെറ്റിക്കൽ സ്കിൽ ടു അനലൈസ് ഗ്രാഫ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് വെൻ യു ടോക്ക് അബൌട്ട് ദിസ് ചാപ്റ്റർ. നമ്മളിനി ഇലക്ട്രോ കെമിസ്ട്രി ചാപ്റ്ററിലേക്ക് വരുമ്പോൾ അവിടെയും പല സെക്ഷൻസ് ആയിട്ട് നമുക്ക് പറയാം. നേൺസ്റ്റ് ഇക്വേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു വലിയ ഏരിയ ഇലക്ട്രോ കെമിസ്ട്രിയുടെ ഫസ്റ്റ് ഹാഫിൽ നമുക്ക് കാണാം. ആൻഡ് ദെൻ യു ഹാവ് ഫാരഡേസ് ലോ ആൻഡ് ഫാരഡേസ് ഇക്വേഷൻ, പിന്നെ കോൾറഷസ് ലോ, ബാറ്ററീസ് ആൻഡ് സെക്ഷൻ, കൊറോഷൻ ആൻഡ് ഫ്യൂവൽ സെൽസ്, ഇതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. ഇവിടെ നമുക്ക് ഇക്വേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഗ്രാഫിക്കൽ അനാലിസിസ് ഇന്റർപ്രിറ്റേഷൻ സ്കില്ല് ആവശ്യമായിട്ട് വരുന്ന ഒരു കണ്ടക്ഷൻ എന്ന് പറയുന്ന ഭാഗം കൂടി നമുക്ക് ഇലക്ട്രോ കെമിസ്ട്രിയുടെ ഭാഗത്തുണ്ട്. എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മുടെ എസ്പെഷ്യലി സൈലം സ്റ്റുഡൻസിന് ഇത് വളരെ പരിചയമുള്ളതാണ്. നമ്മുടെ മെറ്റീരിയൽസിലെ മൈൻഡ് മാപ്പ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഇക്വേഷൻസ് എല്ലാം അതിൽ നോട്ട് ചെയ്തിട്ടുള്ള ഷോർട്ട് നോട്ടുകൾ ഓൾറെഡി നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ആ ഷോർട്ട് നോട്ടിനെ വീക്കിലി നിങ്ങൾ തറവാക്കി കഴിഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ്സ് വെരി ഈസി ടു മൂവ് ഫോർവേഡ്. ഫിസിക്കൽ കെമിസ്ട്രിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ് ആണ് തെർമോഡൈനാമിക്സും ഇക്വിലിബ്രിയവും. തെർമോഡൈനാമിക്സിലേക്ക് വരുമ്പോൾ നമുക്ക് ഫിസിക്സിൽ കൂടി പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ് ആയതുകൊണ്ട് ഇറ്റ്സ് വെരി ഈസി. കാരണം എന്തായാലും നമ്മളൊരു കോൺസെപ്റ്റ് പഠിക്കുന്നുണ്ട്. ഫിസിക്സ് എന്നും കെമിസ്ട്രി എന്നും നീറ്റിന് നിങ്ങൾക്ക് അതിൽ നിന്ന് ചോദ്യങ്ങളും വരും. ആദ്യത്തെ അറൌണ്ട് ഒരു 50% പോർഷൻസ് സിമിലറും ആണ്. നമ്മൾ അതിൽ സൈൻ കൺവെൻഷൻസ് ശ്രദ്ധിക്കുക, ആ ലോസിന്റെ കോൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയെടുക്കുക, ആൻഡ് ഓൾസോ പ്രോബ്ലം സോൾവിംഗ് സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് തെർമോഡൈനാമിക്സിനെ സംബന്ധിച്ച് ഫോക്കസ് ചെയ്യാനുള്ളത്.
Now let's talk about equilibrium. Equilibriumത്തിന്റെ കേസിൽ പെട്ടെന്ന് നമുക്കൊരു പക്ഷേ ഇക്വേഷൻസ് ഒക്കെ മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് ഹെൻസ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് യു നോ ദി സബ്ജക്ട് ക്ലിയർലി. നമ്മൾ അതൊരു ഇക്വേഷൻ മാത്രം ബൈഹാർട്ട് ചെയ്തുകൊണ്ട് അപ്രോച്ച് ചെയ്യേണ്ട ഒരു ചാപ്റ്റർ അല്ല ഇക്വിലിബ്രിയം എന്നുള്ളത്. നിങ്ങൾ അതിൽ മാസ്റ്റർ ആവേണ്ടത് pH കാൽക്കുലേഷൻസിലും ബഫർ സിസ്റ്റംസും സോല്യൂബിലിറ്റി KP-KC റിലേഷൻ തുടങ്ങിയ ഭാഗങ്ങളാണ്. ഇവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ നീറ്റിന് ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയ. ഇതൊക്കെ നമ്മുടെ ഫിസിക്കൽ കെമിസ്ട്രി ചാപ്റ്റേഴ്സിൽ നമ്മൾ പഠിക്കാനുള്ളതും ഫോക്കസ് ചെയ്യേണ്ടതുമായിരിക്കുന്ന ഏരിയാസ് ആണ് ഞാൻ സംസാരിച്ചിരിക്കുന്നത്. നൗ ലെറ്റ് us see ഇതിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മൾ ഈ ഫിസിക്കൽ കെമിസ്ട്രീനെ പ്രയോറിറ്റൈസ് ചെയ്ത് ഇതിലേക്ക് മാസ്റ്ററി നമ്മൾ കൈവരിക്കേണ്ടത് എന്നുള്ളൊരു കാര്യം നോക്കാം. ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇക്വേഷൻസ് നമുക്ക് നല്ല രീതിയിൽ അറിയണം. പക്ഷെ ആ ഇക്വേഷൻസ് അറിയാന്നുള്ളത് ഒരു റോട്ട് മെമ്മറൈസേഷൻ ടെക്നിക് ആയിരിക്കാമോ? പാടില്ല. ഞാനൊരു എക്സാമ്പിൾ പറയാം. ലെറ്റ് us കൺസിഡർ എനർജി E ഈസ് ഈക്വൽ ടു hc/λ. ഇങ്ങനെ ഒരു ഇക്വേഷൻ മാത്രം ഞാൻ മെമ്മറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇഫ് ഐ എം നോട്ട് അവെയർ ഓഫ് ദി അതർ പാരാമീറ്റേഴ്സ്, എച്ച് എന്താണെന്ന് അറിയണം, എച്ചിന്റെ വാല്യൂസ് മാത്രമല്ല അതിന്റെ യൂണിറ്റ് അടക്കം എനിക്ക് ബോധ്യം ഉണ്ടാവണം. സി എന്താണ്, അതിന്റെ വാല്യൂ എന്താണ്, അതിന്റെ യൂണിറ്റ് എന്താണ്, ലാംഡ റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനെയാണ്. സോ ഓരോ ഇക്വേഷൻസ് പഠിക്കുമ്പോഴും ആ ഇക്വേഷനിൽ വരുന്ന ഓരോ ടേമും എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു, അതിന്റെ യൂണിറ്റ് എന്താണെന്നും കൂടി ശ്രദ്ധിച്ചാൽ മാത്രമേ ഈ ഇക്വേഷൻ പഠിച്ചതുകൊണ്ട് നമുക്ക് എഫക്റ്റീവായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഫോർമുലാസിൽ കൂടി മാത്രമല്ല നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുക. നേരത്തെ പറഞ്ഞതുപോലെ ഗ്രാഫിക്കൽ അനാലിസിസും ഡാറ്റ ഇന്റർപ്രിട്ടേഷൻസും ഇമ്പോർട്ടൻ്റ് ആണ്. ചില സമയങ്ങളിൽ നമുക്ക് കൈനറ്റിക്സ് ഒക്കെ പഠിക്കുന്ന സമയത്തും ടേബിൾ തന്നിട്ട് അതിൽ നിന്നും നമ്മൾ കൺക്ലൂഷൻസിൽ എത്തേണ്ടുന്ന കാര്യങ്ങൾ ഉണ്ടാവും. എങ്ങനെയാണ് ഇത്തരത്തിലുള്ള സ്കില്ല്, അതേപോലെ പ്രോബ്ലം സോൾവിങ് സ്കിൽ, ആക്യുറസി, സ്പീഡ് ആൻഡ് ടൈം മാനേജ്മെന്റ് നമ്മൾ ചെയ്യുന്നത്? ഡെഫിനറ്റ്ലി യു ഷുഡ് ഗോ ഫോർ ദി PYQ സെഷൻസ്. അത് നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രമല്ല, അതേപോലെ വരുന്ന മോഡൽ ക്വസ്റ്റ്യൻസ് കൂടി നമ്മൾ ചെയ്ത് നോക്കണം. അതിനുവേണ്ടി സൈലത്തിന്റെ ടാബിൽ തന്നെ നിങ്ങൾക്ക് ആപ്പിൽ തന്നെ ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. ആൻഡ് ഓൾസോ വി ഏർജ് അവർ സ്റ്റുഡൻസ് ടു ഡു NTA ക്വസ്റ്റ്യൻസ്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് നമ്മുടെ എക്സാമിനേഷൻ നടക്കുന്നത്. സോ NTA പല എക്സാമിനേഷൻസിന് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഇതിലൂടെ ചെയ്തു നോക്കാം. JEE മെയിനിൽ വരുന്ന ചോദ്യങ്ങൾ നമുക്ക് ഇതിന്റെ കൂടെ ചെയ്തു നോക്കാം. ബിക്കോസ് സിലബസ് എല്ലാം മോർ ഓർ ലെസ് ദ സെയിം ആണ്. NCERT ആണ് നമ്മുടെ ബൈബിൾ. എപ്പോഴും നമ്മൾ ഫിസിക്കൽ കെമിസ്ട്രിയിൽ ഒരു ഇക്വേഷൻ ബേസ്ഡ് ആയിട്ടാണെന്ന് പറയുമ്പോഴും NCERTയുടെ ലാംഗ്വേജ് നമുക്ക് പരിചയം ഉണ്ടാവണം. കാരണം നിങ്ങൾ കഴിഞ്ഞ വർഷവും അതിന് മുന്നത്തെ വർഷമൊക്കെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അസേഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൂടി ഫിസിക്കൽ കെമിസ്ട്രിയിൽ നമ്മൾ കാണും. അപ്പൊ NCERTയുടെ ലാംഗ്വേജ് പരിചയമാവുക. അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ്സിന്റെ മീനിങ് കറക്റ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടി സാധിക്കണം. സോ മേക്ക് എ ഹാബിറ്റ് ഓഫ് റീഡിങ് NCERT ആസ് വെൽ. ഇത്രയും നമ്മൾ ചെയ്യുമ്പോഴേക്ക് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു, മോക്ക് എക്സാംസ് ചെയ്യുന്നു, നമ്മൾ ഒരുപാട് GIBസും ഗ്രാൻഡ് ടെസ്റ്റും ഫാറ്റ് എക്സാമിനേഷനും ഒക്കെ എഴുതുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോഴും ഡെഫിനറ്റ്ലി നമുക്ക് എറേഴ്സ് സംഭവിക്കും. എറർ ഫ്രീ ആയിട്ട് പഠിക്കുക എന്നുള്ളത് പോസിബിൾ ആയിരിക്കുന്ന ഒരു കാര്യമല്ല. ആൻഡ് ദീസ് എറേഴ്സ് ആണ് നമ്മൾ എപ്പോഴും നന്നാക്കി എടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്. സോ മെയിൻറ്റെയിൻ എ ബുക്ക്. നമ്മൾ അതിനെ ഒരു എറർ ബുക്ക് എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഏതൊക്കെ ഏരിയാസിൽ നിന്നാണ് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വന്നത്, ഏത് ഇക്വേഷൻ, ഏത് ടോപ്പിക് നിന്നാണ് പ്രശ്നം വന്നത് എന്നുള്ളത് ഓരോ എക്സാമിനേഷൻസ് കഴിയുമ്പോഴും അല്ലെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോഴും എറർ ബുക്കിൽ മാർക്ക് ചെയ്യണം. ഈ മാർക്ക് ചെയ്തിരിക്കുന്നത് ആ വീക്ക് കഴിയുമ്പോഴേക്കും ഒന്നുകൂടി റിവൈസ് ചെയ്യുന്നതിന് ശ്രദ്ധിക്കാം. ഇപ്പൊ ഫിസിക്കൽ കെമിസ്ട്രിയിൽ ഓൺ ദി ട്രാക്കിലേക്ക് വരാൻ വേണ്ടി ഒരു നീറ്റ് ആസ്പിരൻസ് ഈ വർഷം ഇനി വരാൻ പോകുന്ന നീറ്റ് എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന്, യു ഷുഡ് ഹാവ് പ്രോപ്പർ വൺ ഷോട്ട് അല്ലെങ്കിൽ ഒരു റിവിഷൻ ഷോർട്ട് നോട്ട് ബുക്ക് നിങ്ങൾക്ക് ഉണ്ടാവണം എന്നുള്ളത് നിർബന്ധമാണ്. ഫോർ സൈല മീൻസ് യു ക്യാൻ യൂസ് അവർ മൈൻഡ് മാപ്പ്. മൈൻഡ് മാപ്പിലുള്ള ഇക്വേഷൻസ് ഒക്കെ വെച്ച് ചെയ്യാം. ഈ ഇക്വേഷൻസിന്റെ ഒക്കെ ഓരോ വാക്കും അല്ലെങ്കിൽ ഓരോ ടേമും എന്തിനെ സൂചിപ്പിക്കുന്നു, അതിന്റെ യൂണിറ്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് ശ്രദ്ധിക്കാം. ആൻഡ് നൗ ഡു എ ലോട്ട് ഓഫ് പ്രോബ്ലംസ്. ക്വസ്റ്റ്യൻസ് നിങ്ങൾ സമയം വെച്ച് ചെയ്യണം. ഇപ്പോൾ 1 മിനിറ്റിനുള്ളിൽ ഒരു ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടുന്ന രീതി. സോ മേ ബി നിങ്ങൾക്ക് വീട്ടിലൊരു 30 മിനിറ്റ്സിൽ 30 ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ എപ്പോഴും സമയബന്ധിതമായിട്ട് ചോദ്യങ്ങൾ ചെയ്ത് തീർത്താൽ മാത്രമേ നമുക്ക് സ്പീഡ് ആൻഡ് ആക്യുറസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. നാലാമത്തെ കാര്യം, ഏത് എക്സാമിനേഷൻ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഏതിലാണ് എറർ വന്നത് എന്നുള്ളത് തിരിച്ചറിയുന്നതിന് ഒരു സെപ്പറേറ്റ് ഒരു ബുക്ക് ഉണ്ടാവണം. ഈ ബുക്കിൽ ആ ടോപ്പിക്കും ആ പോർഷനും നിങ്ങൾ മാർക്ക് ചെയ്യുകയും അടുത്ത എക്സാമിനേഷൻസ് വരുമ്പോഴും വീക്കിലിയും ഈ ഒരു ഏരിയ ഒന്നുകൂടി റിവൈസും ചെയ്യുക. ആൻഡ് ദിസ് പ്രോപ്പർ റിവിഷൻ ഈസ് ഗോയിങ് ടു മാസ്റ്റർ, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും നന്നായിട്ട് ഫിസിക്കൽ കെമിസ്ട്രിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ 35% ചോദ്യങ്ങളാണ് നമുക്ക് NDA നീറ്റ് എക്സാമിനേഷൻ പേപ്പറിൽ ഫിസിക്കൽ കെമിസ്ട്രിയിൽ നിന്ന് മാത്രം കാണാൻ കഴിയുക. ഇപ്പം നടന്നുകൊണ്ട് പോകുന്ന ഈ ചാപ്റ്റേഴ്സിനെ ഒക്കെ പ്രോപ്പർ ആയിട്ട് റിവൈസ് ചെയ്യുന്നതിന്
ഇത്തരം ടെക്നിക്കുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും യൂസ് ചെയ്യണം. ഇതിലൂടെ നമുക്ക് എല്ലാ ചോദ്യങ്ങളും മാസ്റ്റർ ചെയ്യാനും സാധിക്കണം. അപ്പോൾ ഫിസിക്കൽ കെമിസ്ട്രിയുടെ നന്നായിട്ട് പഠിച്ചുകൊണ്ടേയിരിക്കണം. അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് പുതിയ ചോദ്യങ്ങൾ ട്രൈ ചെയ്യാൻ വേണ്ടി ഡെയിലി ഒരു ചാലഞ്ച് കൂടി കൊടുക്കാം. ഫോർ എക്സാമ്പിൾ മേ ബി 2 ന്യൂമറിക്കൽസ് എ ഡേ. അത് നിങ്ങൾ ഇതുവരെ ചെയ്യാത്ത ചാപ്റ്റേഴ്സിനെ മാറ്റി മാറ്റി എല്ലാ ദിവസവും പഠിച്ചു കഴിഞ്ഞിരിക്കുന്ന ചാപ്റ്റേഴ്സിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചാലഞ്ച് നിങ്ങൾ ഏറ്റെടുക്കുക. ഇതിലൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന എല്ലാ ടോപ്പിക്കുകളും മാസ്റ്റർ ചെയ്യാനും സാധിക്കും. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.